ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. കൂടെ ഒരു ലൈക്കും കൂടി ഇപ്പൊ തന്നെ അടിച്ചോണം കേട്ടോ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ ലക്ഷ്മീനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്ന കാര്യം ദേവ് വിളിച്ചു പറയാണ് സച്ചിയോടും രേവതിയോടും. എന്റെ പൊന്നോ, രേവതി കേട്ടത് രേവതിയുടെ സമാധാനം പോയില്ലേ? എങ്ങനെ സമാധാനം പോകാതിരിക്കും? അമ്മേനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് വിളിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് മകളുടെയും സമാധാനം പോകും. അങ്ങനെ സച്ചേട്ട എന്താ സച്ചേട്ട ചെയ്യേണ്ടത്? എനിക്ക് പേടിയാവും സച്ചേട്ട. അമ്മേനെ പോലീസുകാർ കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീ സമാധാനപ്പെട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ രേവതി എന്ന് പറഞ്ഞ് രേവതിനെ സമാധാനപ്പെടുത്തി നമ്മുടെ സച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് രേവതിനെയും കൂട്ടി പോവാണ്. അങ്ങനെ ഇടിച്ച് പിടിച്ച് ഷടേ പടയെന്നും പറഞ്ഞുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷന്റെ വാതക്കിൽ വണ്ടിയൊക്കെ നിർത്തി. ദേവു അവിടെ ഉണ്ടായിരുന്നു. ഏതായാലും സച്ചിയുടെ വണ്ടി കണ്ടപ്പോഴാണ് ദേവുവിന് ആശ്വാസമായത് കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതി സച്ചിയും കൂടെ വണ്ടി നിർത്തിയിട്ട് പെട്ടെന്ന് ഓടി നമ്മുടെ ദേവുവിന്റെ അടുത്തേക്ക് വരികയാണ്. ദേവൂന്ന് വിളിച്ചുകൊണ്ടാട്ടോ രേവതി ഓടി വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവു ആണെങ്കിൽ ചേച്ചി എന്ന് വിളിച്ചോണ്ട് അങ്ങോട്ട് ചെന്നു. രണ്ടുപേരും കൂടെ ഭയങ്കര കരച്ചില്. അങ്ങനെ നമ്മുടെ രേവതി ചോദിച്ചു, അല്ല അമ്മ എന്തി? അപ്പം അകത്തുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അകത്തേക്ക് ഓടി കേട്ടോ. അകത്തേക്ക് ഓടി. അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി അവിടെ ഇരിക്കുകയാണ്. ലക്ഷ്മി അവിടെ ഇരിക്കുന്നു. രേവതിയും പുറകെ വന്നു. അങ്ങനെ നമ്മുടെ ലക്ഷ്മി ഇവരെ കണ്ടതും ലക്ഷ്മി എണീച്ചിട്ട് കെട്ടിപ്പിടിക്കാൻ കേട്ടോ രേവതിനെ. അങ്ങനെ നമ്മുടെ രേവതിയും കെട്ടിപ്പിടിച്ചിട്ട് കരയുക. അമ്മ എന്താ അമ്മ ഇത്? എന്നാലും അമ്മ ശരത്ത് കാരണം അമ്മ ഇവിടെ വരേണ്ട ഒരു ഗതികേട് ഉണ്ടായല്ലോ മോളെ. മുമ്പ് അവൻ കാരണം ദേ നിങ്ങളുടെ അച്ഛനെ ഇതുപോലെ പിടിച്ചോണ്ട് വന്നതാ. അതിന്റെ മാനക്കേട് അല്ലേ നിന്റെ അച്ഛൻ ആ കടുങ്കൈ ചെയ്തത്? ഇനി ഇപ്പം എന്നെ കൊല്ലാനാണോ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇപ്പൊ ഞാനും അതുപോലെ തന്നെ വന്നിരിക്കുകയല്ലേ. എന്തിനാ മോളെ ഇനി ജീവിച്ചിരിക്കുന്നത്? അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു, അമ്മ അങ്ങനെയൊന്നും പറയാതെ അമ്മ. എന്താ അമ്മ ഇത്? അത് പിന്നെ ശരത്ത് എവിടെ ഉണ്ടെന്നാ ഇവര് ചോദിക്കുന്നത്. അറിയില്ലെന്ന് പറഞ്ഞിട്ടും ഇവര് വിശ്വസിക്കുന്നില്ല. ഞാൻ ആവുന്ന തരത്തിൽ പറഞ്ഞത് അറിയില്ലെന്ന്. മോളെ അവനെ ഇവിടെ കൊണ്ടുവരാതെ എന്നെ വിടില്ലെന്ന ഇവര് പറയുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, അമ്മ ഇങ്ങനെ കരയാതെ, ഞാൻ സാറിനോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ചോദിച്ചിട്ട് കാര്യം അറിയാലോ, അമ്മ വിഷമിക്കാതെ എന്ന് പറഞ്ഞു. അങ്ങനെ രേവതിയും ദേവും സച്ചിയും കൂടെ നേരെ SIയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് സാറേ നമസ്കാരം, എന്താണ് സാറേ ഞങ്ങളുടെ അമ്മ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതെ കള്ളന് കൂട്ടുന്ന ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും, അതുകൊണ്ടാ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്. ഇത് കേട്ടതും നമ്മുടെ സച്ചിക്ക് എന്താ പോലെ ആയി കേട്ടോ. അപ്പം പോലീസുകാരൻ പറഞ്ഞു, എത്ര ചോദിച്ചിട്ടു അവൻ എവിടെയാണെന്ന് അവള് പറയുന്നില്ല. അറിയാതെ എങ്ങനെയാ സാറേ പറയുന്നത്? ശരത്ത് എവിടെയുള്ളതെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. ഓ, നിന്റെ അമ്മയല്ല പരാതി തന്നത്? കള്ളനെ പിടിക്കാന് മോളി ഇന്ന് പ്രഷറുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിന്ന് അക്രമം വേറെ. കള്ളനെ പിടിച്ചില്ലെങ്കിൽ പോലീസുകാരുടെ ഗതി അതോ ഗതിയാകും. ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇവിടെ ഇരിക്കപ്പുറത്തി സമാധാനമില്ല. സാർ എന്നാ പിന്നെ സാറ് പോയി അവനെ പിടിക്ക്. എന്തിനാ അമ്മേനെ പിടിച്ചോണ്ട് വന്നത്? ആ പാവം സ്ത്രീ എന്ത് പിഴച്ചു? ഓ, അവന്റെ അമ്മ ഇവിടെ പിടിച്ചിരുത്തി എന്നറിഞ്ഞാൽ പതുക്കെ അവൻ ഇവിടെ വന്നോളും. ഇവിടെ വന്ന് കീഴടങ്ങും. അതിനുവേണ്ടിയാ ആ സ്ത്രീയെ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നിനും അല്ല. എന്റെ പൊന്നു സാറേ, ഒരു തെറ്റും ചെയ്യാതെ അവരിവിടെ പിടിച്ചോണ്ട് വന്നത് ശരിയല്ല. അവരെ വെറുതെ വിടണം സാറേ. നീ എന്താ ഓർഡറോടാ വിടാൻ പറഞ്ഞ്? ശരത്ത് ഇപ്പൊ എവിടെ ഉണ്ടെന്ന് സച്ചി നിനക്ക് നന്നായിട്ട് അറിയാം. പോലീസുകാർ വീട്ടിൽ വന്നപ്പം അവനെ സ്റ്റേഷനിൽ എത്തിക്കാന്നും പറഞ്ഞ് നീ അവനെ തന്ത്രപൂർവ്വം ഒളിപ്പിച്ചില്ലേടാ? അപ്പൊ നീ തന്നെയല്ലേടാ എല്ലാത്തിനും കാരണക്കാരൻ? പറയടാ, സത്യം പറയടാ. നിന്നെ പോലെയുള്ള കുറെ എണ്ണത്തിന് ദിവസം കാണുന്നതാ ഞാന്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. നല്ല ബുദ്ധിശാലിയാണെന്ന് നീ കരുതണ്ടടാ. നിന്റെ ഈ ബുദ്ധി എന്റെ അടുത്ത് നടക്കില്ല. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, സാർ എന്റെ അമ്മയ്ക്ക് ഒന്നും അറിയില്ല സാർ. അവൻ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. പിന്നെ എന്തിനാ സാർ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അവനെ കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നതിന്റെ വിഷമത്തിലായി എന്റെ അമ്മ. എന്റെ അമ്മ പാവമാണ് സാറേ, പഞ്ചപാവ. അമ്മേനെ വെറുതെ വിടണം സാറേ. എന്ത് തെറ്റാ എന്റെ അമ്മ ചെയ്തത് സാറേ? പ്ലീസ് സാറേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ കൈകൂപ്പ. അപ്പൊ പോലീസുകാരൻ പറഞ്ഞു, കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളുടെ അനിയൻ എവിടെ ഉണ്ടെന്ന് പറ, അല്ലെങ്കിൽ അവൻ ഇവിടെ എത്തിക്ക്. എന്നിട്ട് നിന്റെ അമ്മേനെ കൂട്ടിക്കൊണ്ട് പൊക്കോ. വെരി സിമ്പിൾ. അങ്ങനെ ചെയ്യ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, ഞങ്ങൾക്ക് അവൻ എവിടെ ഉണ്ടെന്ന് അറിയില്ല സാറേ. അറിയാതെ ഞങ്ങൾ എങ്ങനെയാ അവനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്? അപ്പൊ ദേവ് പറഞ്ഞു, ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കണം സാറേ. അമ്മയെ വിടണം സാറേ. ഞങ്ങളുടെ ഒരു അപേക്ഷ പ്ലീസ് സാറേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇങ്ങനെ തൊഴുത് കരയാണ്. അപ്പം SI പറഞ്ഞു, തൊഴുതിട്ടോ കരഞ്ഞിട്ടോ കാല് പിടിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അപ്പൊ സച്ചു പറഞ്ഞു, ഇത് എന്തൊരു അന്യായമാ. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുന്നത് ഇത് ശരിയല്ല കേട്ടോ. വെറുതെ നീ എന്നെ ന്യായം പഠിപ്പിക്കണ്ട കേട്ടോ. ഇവരെ കൊണ്ട് പോകാൻ നോക്ക്, അല്ലെങ്കിൽ നിന്നെയും പിടിച്ച് അകത്തിടും. നോക്കിക്കോ. എന്താ സാർ ഇത്? സാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ രേവതി പറയും, സാർ പ്ലീസ് സാർ, എന്താ സാർ ഇങ്ങനെയൊക്കെ?
അവനെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കുന്നതാണ് നിനക്ക് നിന്റെ കുടുംബത്തിന് നല്ലത്. ഇറങ്ങിപ്പോക്ക്. ഇനി ഒരു അക്ഷരം മിണ്ടി പോരുത്, ഇവിടെ നിൽക്കരുത്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇറങ്ങിപ്പോ. അപ്പോഴത്തേക്ക് അവിടെയുള്ള പോലീസുകാരെയൊക്കെ വിളിച്ചിട്ട് നമ്മുടെ SI പറഞ്ഞു ഇവരെ പിടിച്ചിട്ട് പുറത്താക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചിനെ അവിടെ ഉള്ള ഒരു പോലീസുകാരൻ പിടിച്ച് പുറത്താക്കാൻ രേവതിയും ദേവും പുറകെ പോവുകയാണ്. നമ്മുടെ ലക്ഷ്മി അവിടെ നിന്ന് കരയുകയാണ്. അപ്പോഴത്തേക്കും ലക്ഷ്മി അവിടെ നിന്ന് എണീറ്റ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒരു വനിതാ പോലീസുകാർ പറഞ്ഞു ദേ നിങ്ങൾ പോകണ്ട, നിങ്ങൾ അവിടെ ഇരിക്കാൻ പറയാ. അങ്ങനെ ലക്ഷ്മി അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി രേവതിയും ദേവും കൂടെ വെളിയിലേക്ക് പോയി കേട്ടോ. വെളിയിലേക്ക് കൊണ്ട് ഉന്തി തള്ളി വിടുകയാണ്. ഈ സമയത്ത് നമ്മുടെ സച്ചിനെ ഉന്തി തള്ളിക്കൊണ്ട് പോയ ആ പോലീസുകാരന് നമ്മുടെ സച്ചിനെ അറിയാവുന്നതാണ് കേട്ടോ. അപ്പൊ സച്ചി ചോദിക്കുന്നുണ്ട് സാറിന് എന്നെ പരിചയമുള്ളത്, എന്നിട്ട് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ എന്ത് ചെയ്യാനാ സച്ചി? അദ്ദേഹം പറഞ്ഞ പിന്നെ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ? സാർ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കോ പ്ലീസ് സാറ്, ഒന്ന് ശ്രമിച്ചു നോക്ക് സാറ്, പ്ലീസ് സാർ, പ്ലീസ് സാർ, എങ്ങനെയെങ്കിലും ഒന്ന് പറ. അപ്പം ദേവ് പറഞ്ഞു എന്ത് പറഞ്ഞിട്ടും അദ്ദേഹം കേൾക്കുന്നില്ലല്ലോ, എന്താ സച്ചേട്ടാ ഇത്? അപ്പം ആ പോലീസുകാരൻ പറഞ്ഞു ഞാൻ വിചാരിച്ച നടക്കുന്ന കാര്യമൊന്നുമല്ല സാർ, പ്ലീസ് സാർ എന്തെങ്കിലും ഒന്ന് ചെയ്ത് താ സാറ്. ഞാൻ വിചാരിച്ച നടക്കില്ല സച്ചി, നീ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. SI പോകുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഓടി ചെല്ലുകയാണ്. SIയുടെ കാല് പിടിക്കുകയാണ്. സാർ പ്ലീസ് സാർ, എന്താ സാർ ഇത്? ഓ എന്തൊരു കഷ്ടമാണോ ഇത്, എനിക്ക് പോണം. അത് പിന്നെ അമ്മയ്ക്ക് സുഖമില്ലാത്തതാ സാറേ, പ്ലീസ് സാറേ. വീട്ടിലാണെങ്കിൽ അമ്മയും മോളും മാത്രമേ ഉള്ളൂ. അവളാണെങ്കിൽ ആകെ തളർന്ന മട്ടാം. ശരത്ത് വീട്ടിലും ഇല്ല. എന്റെ പൊന്നു സാറേ, പ്ലീസ് സാറേ, എങ്ങനെയെങ്കിലും എന്റെ അമ്മേനെ ഒന്ന് വിട്ടയക്കി സാറേ. പാവം, അവരെങ്ങനെയെങ്കിലും പുറത്തിറങ്ങട്ടെ. പിന്നെ 1-2 ദിവസത്തിനുള്ളിൽ അവനെ കണ്ടെത്തി ഞാൻ ഇവിടെ എത്തിക്കാം, പ്ലീസ് സാർ. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു ഇതൊന്നും താങ്ങാൻ അമ്മയ്ക്ക് പറ്റത്തില്ല, പ്ലീസ് അമ്മേനെ വിട്ടേക്ക് സാറേ. ഇതൊരു സാധാരണ കംപ്ലൈന്റ് അല്ല, ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ വന്നതാ. പോലീസുകാരാണ് എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നത്, നല്ല പ്രഷർ ഉണ്ട്. അതറിയാ സാറേ, ഞാൻ എങ്ങനെയെങ്കിലും അവനെ കണ്ടെത്തി സാറിന്റെ മുമ്പിൽ എത്തിച്ചോളാം, പ്ലീസ് സാർ. അമ്മേനെ ഒന്ന് വിടണം സാറേ. കുറച്ചെങ്കിലും മനസാക്ഷി ബാക്കിയുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ഒരു ദിവസത്തെ സമയം തരാം. അവനെ കറക്റ്റ് ഇവിടെ എത്തിക്കാൻ പറ്റുമോ നിനക്ക്? അങ്ങനെ എത്തിക്കാമെങ്കിൽ ഉറപ്പായിട്ടും വിടാം, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളുടെ അമ്മയ്ക്കെതിരെ ഞാൻ കേസെടുക്കും, കേട്ടല്ലോ. അവരും കൂടെ അറിഞ്ഞാണ് ഈ മോഷണം നടന്നതെന്ന് എനിക്ക് പറയേണ്ട വരും, വരുത്തി തീർക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു ദിവസത്തേക്ക് കൊണ്ടുവെക്കോ. അതിനു മുമ്പ് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാകണം. ഇപ്പൊ നീ അവരെ കൂട്ടിക്കൊണ്ട് വെക്കോ. താങ്ക് യു സാർ. ഏതായാലും ചെല്ല് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കോൺസ്റ്റബിളിനോട് പറഞ്ഞു അതെ അവരെ വിട്ടേക്കാന്. അപ്പോഴത്തേക്കും ആ കോൺസ്റ്റബിൾ പോയിട്ടോ നമ്മുടെ ലക്ഷ്മിയോട് പറയാനായിട്ട്. എന്നിട്ട് SI സാർ വീണ്ടും പറയുന്നുണ്ട് ഒരു ദിവസം മറക്കരുത്, ഒരു ദിവസം മാത്രം. ശരി സാറേ, എങ്ങനെയെങ്കിലും ഞാൻ എത്തിച്ചോളാം സാറേ എന്നിങ്ങനെ പറയാണ്. ഇതിനിടയിൽ നമ്മുടെ ലക്ഷ്മിനെ പുറത്തിറക്കുമ്പോൾ അവിടെയുള്ള ഒരു പോലീസുകാരൻ പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ തല തിരിഞ്ഞ മക്കളുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇരിക്കേണ്ട വരുന്നു. അത് കേട്ടിട്ട് നമ്മുടെ ലക്ഷ്മിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. അങ്ങനെ ലക്ഷ്മി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു നിസ്സഹായ അവസ്ഥയിൽ ഇങ്ങനെ നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ. ആ മുഖത്ത് എന്തൊക്കെയോ ഇങ്ങനെ ജ്വലിക്കുന്നുണ്ട്, ആളി കത്തുന്നുണ്ട്. ഏതായാലും നമ്മുടെ രേവതിയും ലക്ഷ്മി അല്ല ദേവും സച്ചിയൊക്കെ അങ്ങോട്ടേക്ക് ചെന്നു കേട്ടോ. അങ്ങനെ രേവതി നമ്മുടെ ലക്ഷ്മിനെ വീണ്ടും കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സീനാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ സച്ചിയോട് പറയാണ് മോനെ, നീ അവനെ കൂട്ടിക്കൊണ്ടു വാ, പോലീസിനെ ഏൽപ്പിക്കാം. അവൻ ചെയ്ത ആ ഒരു തെറ്റിനുള്ള ശിക്ഷ അവൻ അനുഭവിക്കട്ടെ, അവൻ തന്നെയല്ലേ അനുഭവിക്കേണ്ടത്. ഏയ് ഇല്ലമ്മേ, അവന് ഞാൻ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കത്തില്ല. അവന് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നാലേ അവന് ഇവരെ ജയിലിലടയ്ക്കും, എനിക്കത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പോഴത്തേക്കും വേറെ അവിടെ നിന്നൊരു കോൺസ്റ്റബിൾ ഉണ്ടല്ലോ നമ്മുടെ സച്ചിനെ അറിയാവുന്ന. അങ്ങനെ സച്ചിനെ വിളിച്ചുവിട്ട അയാൾ സച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ, നിങ്ങൾ നല്ലൊരു അഡ്വക്കേറ്റിനെ കാണണം. ശരത്തിന്റെ കേസ് കോടതിയിലെത്താതെ പരിഹരിക്കാൻ നോക്ക്. കേസായിട്ടുണ്ടെങ്കിലേ ജയിലിൽ കിടക്കേണ്ട വരും അവന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മോഷണ കേസാ, കുറഞ്ഞത് ഒരു 5-6 വർഷം കിടക്കേണ്ടി വരും. അതിന് സാറിന്റെ പരിധിയിൽ നല്ല അഡ്വക്കേറ്റ്സ് വല്ലതും ഉണ്ടോ? ആരെയാ കാണണമെന്ന് വെച്ചാൽ ഒന്ന് സാറ് പറയുമോ? അത് പിന്നെ അഡ്വക്കേറ്റ് വിജയകൃഷ്ണനെ കണ്ടാൽ മതി. നേരിട്ട് പരിചയമില്ലെങ്കിലും അദ്ദേഹത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. അടിപൊളി ഒരു വക്കീലാണ്. സ്ഥലം എവിടെയാണെന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം. ഇപ്പൊ തന്നെ ഒന്ന് ചെന്ന് കാണാം സാറ്, താങ്ക്സ് സാറേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചിൻ രേവതിയും ലക്ഷ്മിയും ദേവും കൂടെ ആ പോലീസ് സ്റ്റേഷൻ വിട്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഏതായാലും ശരത്തിന് ജയിലിൽ പോകേണ്ടി വരില്ല ഒരിക്കലും. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ ശരത്തിനെ രക്ഷിച്ചിരിക്കും, അത് ഉറപ്പാണെന്ന് പറഞ്ഞൊരു വാക്ക് നമ്മുടെ ലക്ഷ്മിക്കും അതുപോലെ ദേവുവിനും രേവതിക്കും സച്ചി കൊടുക്കുന്നുണ്ട്. ഏതായാലും ഇത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീരേനെയും നമ്മുടെ ശ്രുതിനെയും ആണ്. അങ്ങനെ നമ്മുടെ മീര പറയാണ് അത് പിന്നെ നമ്മൾ വീഡിയോ കൊടുത്തില്ലേ, പിന്നെന്തിനാ അവരിപ്പൊ വരാൻ പറഞ്ഞ് വിളിക്കുന്നത്? ആന്റണി അറിയില്ലല്ലോ, ഒഴുക്കില്ല വെള്ളത്തിൽ ഒരു ഇല വീണാലെ വെള്ളം ഒഴുകുന്ന ഇടത്തെല്ലാം ആ ഇലയ്ക്ക് പോകേണ്ടി വരും. എന്റെ ലൈഫും ഇപ്പൊ അതുപോലെ തന്നെയാ, എപ്പം എന്ത് നടക്കുന്ന പറയാൻ പറ്റത്തില്ല, അതുപോലെ ലൈഫ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പം പുതുതായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നും എനിക്കറിയില്ല, നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ
ആന്റണിയുടെ അടുത്തേക്ക് പോവുകയാണ് ശ്രുതിയും അതുപോലെ തന്നെ നമ്മുടെ മീരയും കൂടെ. അങ്ങനെ ആന്റണിയുടെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കും ആന്റണി ടെൻഷൻ അടിച്ച് പണ്ടാരമാണെങ്കിൽ ഇങ്ങനെ നടക്കാം. അങ്ങനെ ശ്രുതി ചോദിച്ചു, എന്താ എന്നെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? അത് പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട് ശ്രുതി, പറഞ്ഞു മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലത് കണ്ടു മനസ്സിലാക്കുന്നതാ. കാണാനോ കണ്ടു മനസ്സിലാക്കാനോ? ആ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിനെയും മീരേനെയും. അപ്പോഴത്തേക്കും മീര, ഇത് എന്താടി ഇത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇങ്ങ് വന്നേ, ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട്, അല്ല ഇങ്ങ് ബാഡി നമുക്ക് എന്തേലും ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ആന്റണിയുടെ പുറകെ പോവാണ്. അപ്പൊ ആന്റണിയുടെ പുറകെ ചെന്ന് കഴിയുമ്പോ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ നവീൻ ദാസിനെ അവിടെ കിടത്തിയേക്കാണ് ഓക്സിജൻ ഒക്കെ കൊടുത്ത്. ഇതേ കാണുന്നു പറഞ്ഞുകൊണ്ട് ആന്റണി കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഒരു ട്രിപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ഒരു ഓക്സിജൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നവീൻ ദാസ് ബോധമില്ലാതെ കിടക്കുന്ന ഒരു അവസ്ഥ കണ്ടതും പേടിച്ചു വിറച്ചു നിൽക്കുകയാണ് ശ്രുതിയും മീരയും. ഇതെന്താ ആന്റണി ഞാൻ ഈ കാണുന്നെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അവനെ ഞങ്ങൾ പഞ്ഞിക്കിട്ടിട്ടുണ്ട്, ശ്വാസം മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇവൻ എന്താ പറ്റിയത്? നല്ലവണ്ണം അങ്ങോട്ട് പെരുമാറി ബോംബെയിലേക്ക് പാഴ്സൽ ചെയ്യാന്നാ വിചാരിച്ചത്. പക്ഷേ അടി ഇവന് താങ്ങാൻ പറ്റിയില്ല. എങ്ങനെ ഇവനെ കൊണ്ടുപോകും? ഈ സിറ്റുവേഷനിൽ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? അല്ല, ആള് മരിച്ചോ? നീയൊക്കെ എവിടെന്നാ വരുന്നത്? മരിച്ചാല് ട്രിപ്പ് ഓക്സിജൻ കൊടുത്തോണ്ടിരിക്കും ആൾക്ക്. എന്തുവാ ഇത്? മരിച്ചിട്ടൊന്നുമില്ല, ജീവനുണ്ട്, ചെറിയ ജീവൻ എവിടെയൊക്കെയോ അവശേഷിക്കുന്നുണ്ട്. അയ്യോ, ഇനിയിപ്പോ എന്താ ആന്റണി ചെയ്യേണ്ടത്? എല്ലാവരും മാറി മാറി ഇടിച്ചപ്പോ നെഞ്ചു കുത്തി തറയെ വീണു. അപ്പൊ തന്നെ ബോധം പോയി. വിഷു, ഇനി എനിക്ക് പേടിയാവോ? ആന്റണി ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചു വരുത്തിയത്? ഞാന് എല്ലാവരെയും വിളിച്ചു നോക്കി, ഡോക്ടേഴ്സിനെ. ഇവനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് കൊടുക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോ ഇവൻ ഒരാഴ്ച പോലും നിൽക്കത്തില്ല, ഇവൻ മരിച്ചു പോകുന്ന പറയുന്നത്. മരിച്ചു പോകുന്നോ? അങ്ങനെയൊന്നും വേണ്ട, മരിച്ചു പോകണ്ട. നീ ഇവന് ഹോസ്പിറ്റലിൽ എത്തിക്കാറ്റണി? ഓഹോ, ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് എന്താ ഞാൻ ജയിലിൽ പോണോ അല്ലെ? ഇവന് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ഹോസ്പിറ്റലിൽ പോയാൽ അവർ പോലീസിന്റെ അടുത്ത് പറയും, കേസാകും, വലിയ പ്രശ്നമാകും. അല്ല പിന്നെ എന്തിനാ ഇങ്ങനെ അടിച്ചത്? ഇതൊക്കെ ഒരു അടിയാണോ? സിമ്പിൾ കേസ്. ഇവന് താങ്ങാനുള്ള ശേഷിയില്ലായിരുന്നു, അതല്ലേ പ്രശ്നം. അതാ ഇങ്ങനെയായി പോയത്. അല്ലാതെ ഞാനൊന്നും ചെയ്തതല്ല. ഞങ്ങൾ 1-2 അടി കൊടുത്തതേ ഉള്ളൂ. ഏതായാലും ഇവൻ രണ്ടാമതൊരു കല്യാണം കഴിച്ചിരുന്നല്ലോ. ഇവന്റെ ഭാര്യ ഇവനെ കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒടുവിൽ ഇവിടെ എത്തും. പിന്നെ നമ്മളെല്ലാവരും കുരുങ്ങും. പോലീസ് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ വഴിയില്ല ശ്രുതി. പിന്നെ ഞാൻ നിന്റെ പേര് പറയും. എന്താ ആന്റണി? അതിന് ഞാൻ ഇവനെ അടിച്ച് ഈ പരുവത്തിലാക്കാൻ പറഞ്ഞിരുന്നു. നീ പറഞ്ഞിരുന്നു നന്നായിട്ട് അടി കൊടുക്കണമെന്നും. അവൻ ഇനി തേടി വരരുത് എന്നെ, അവന്റെ ശല്യം ഉണ്ടാകരുത്, അവന് എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് നീയല്ലേ ശ്രുതി പറഞ്ഞത്? മീരൻ കേട്ടതല്ലേ മീരെ? അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവൻ മരിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം ഞാൻ മാത്രമല്ല, നീയും കൂടെയാ. അത് പിന്നെ ഞാനും കൂടെയോ? എന്താ ആന്റണി ഇത്? അതേന്നെ, ഒറ്റയ്ക്ക് ഞാൻ കുറ്റം ഏറ്റെടുക്കത്തില്ല, നിന്റെ പേരും കൂടെ പറയും. ഒരു പക്ഷേ എന്നെക്കാൾ കൂടുതൽ ശിക്ഷ നിനക്കായിരിക്കും കിട്ടാൻ പോകുന്നത്. ജീവിത അവസാനം വരെ നീ ജയിലിൽ കിടക്കേണ്ടി വരും, അത് മറക്കരുത്. എന്റെ പൊന്ന് ആന്റണി, നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഞാൻ എന്തിനാ നിന്നെ ഭീഷണിപ്പെടുത്തേണ്ടത്? ഞാൻ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇവൻ മരിച്ചാലേ അതോടുകൂടി എല്ലാം തീരും. എന്തെങ്കിലും ഒന്ന് ഉടനെ ചെയ്തേ പറ്റൂ. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാ ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത്. കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഇവനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്ക്, അല്ലാതെ വേറെ വഴിയില്ല. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അങ്ങനെ എത്തിച്ചാൽ പോലീസ് കേസ് ആവും, നമ്മൾ അകത്താകണോ? എല്ലാവരും അറിയണോ? നിന്റെ കുറെ കള്ളത്തരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം വെളിയിൽ വരണോ? പിന്നെ എന്റെ ഫ്രണ്ടിന്റെ ഒരു വയനാട്ടിൽ ചികിത്സാ കേന്ദ്രമുണ്ട്. അല്പം ചെലവുള്ള ചികിത്സ തന്നെയാ, പ്രത്യേക ചികിത്സാ രീതിയാ. ഇവനെ അവിടെ കൊണ്ടുപോയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. അവിടെ ആകുമ്പോൾ വളരെ രഹസ്യമായിട്ട് ചികിത്സിക്കാൻ പറ്റും, പോലീസ് അറിയത്തുമില്ല. കൂടുതലൊന്നും ആലോചിക്കണ്ട. എന്നാല് എത്രയും പെട്ടെന്ന് അവനെ അവിടെ എത്തിക്കാൻ നോക്ക്. എത്തിക്കുന്നൊന്നും വലിയ വിഷയമൊന്നുമല്ല, പക്ഷേ ചികിത്സിക്കാനേ ഒരു 2 ലക്ഷം രൂപ വേണ്ടി വരും. 2 ലക്ഷം രൂപയോ? അതിനിപ്പോ എന്താ, ക്യാഷ് കടം കൊടുക്കുന്ന ആളല്ലേ ആന്റണി? ആന്റണിയുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയില്ലേ, എടുത്തങ്ങ് ചെലവാക്ക. ഇവനെ രക്ഷിക്കാൻ ഞാൻ എന്തിന് പൈസ ചെലവാക്കണം? എന്താ നീ പറയുന്നത്? മരിച്ചാലേ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടത് സുഹൃതിയാ. ഇവള് കാശ് ചെലവാക്കട്ടെ, നീ ക്യാഷ് ചെലവാക്കണം. എന്താ ആന്റണി, ഞാൻ 2 ലക്ഷം രൂപ ചെലവാക്കാനോ? നീ എനിക്ക് 2 ലക്ഷം രൂപ തന്നാലും ഞാൻ ഇവനെ ഇപ്പൊ തന്നെ വയനാട്ടിലേക്ക് കൊണ്ടുപോകാം. അതിന് എന്റെ അതിന് മാത്രം ക്യാഷ് ഒന്നും ഇല്ല ആന്റണി. ക്യാഷ് ഇല്ലെങ്കിൽ കടം മേടിച്ച് എവിടെന്നെങ്കിലും കൊണ്ടുപോവാ, എവിടെന്നെങ്കിലും താ. എന്റെ പൊന്നാന്റണി, ഞാൻ പറയുന്നൊന്ന് കേക്ക്, എനിക്ക് കലി വരുവാ. എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടോ? നിനക്ക് കലി വന്നിട്ട് കാര്യമൊന്നുമില്ല. നീയേ ഏതോ വിഷയത്തിൽ നിന്റെ കുടുംബത്തിനെ ചതിച്ചിട്ടുണ്ട്, എന്തോ മറച്ചു പിടിക്കുന്നുണ്ട്. അതിന് നീ ഒരു തടയിട്, അല്ലെങ്കിൽ അതും വലിയ പ്രശ്നമാകും. നവീൻ ദാസിന് ഇതെല്ലാം നന്നായിട്ട് അറിയാടി, നീ എന്തോ കള്ളത്തരം മറച്ചു പിടിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് മിക്കവാറും
നീ ഇവനെ അടിച്ച് ശരിയാക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഇവനെ കൊണ്ടിട്ട് തന്നത്. ഈ വിഷയം ഇവൻ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അറിയും കേട്ടോ, പോലീസ് അന്വേഷിക്കും കേട്ടോ, ഞാനെല്ലാം പറയും കേട്ടോ. ഇവൻ മരിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തോ? നീ എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കുന്ന എനിക്ക് അറിയില്ലായിരുന്നു ആന്റണി. ഇപ്പൊ എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല. ഊഫ്, എനിക്ക് കുറച്ച് ടൈം വേണം. ടൈം താ, ഞാൻ തരാം. ടൈമോ? അപ്പോഴത്തേക്കും ഇവൻ ചത്തുപോകും. പെട്ടെന്ന് വേണം, പെട്ടെന്ന്. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ വേണം. ഇവൻ മുകളിലേക്ക് പോയിട്ട് ഈ ക്യാഷുമായിട്ട് വന്നിട്ട് കാര്യമില്ല. ഞാൻ പെട്ടെന്ന് കൊണ്ടുവരാൻ നോക്കാം. ഇതിപ്പം വല്ലാത്ത ഗുലുമാലായി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി മീരയും കൂടെ ഇറങ്ങി പോവാണ് കേട്ടോ. അങ്ങനെ ആന്റണി അവിടെ നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. ഏതായാലും ആന്റണിയുടെ ഒരു വലിയൊരു തന്ത്രമാണ് ഇത് കേട്ടോ. എന്ത് ചെയ്യാനാണ്, ശ്രുതിക്ക് ഇത് തന്നെ വേണം. ഏതായാലും ആന്റണി നേരെ നമ്മുടെ നവീനെ നോക്കിക്കൊണ്ടിരിക്കുക. ശ്രുതി പോയി അപ്പോഴത്തേക്കും നവീൻ പതുക്കെ കണ്ണു തുറന്ന ഒരു ഓക്സിജൻ ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ആന്റണീനെ നോക്കി ഒരൊറ്റ ചിരി ചിരിക്കാണ് കേട്ടോ. പറയാനുണ്ടോ, പേരും കള്ളനും. അവർ രണ്ടും കൂടെ നമ്മുടെ ആന്റണീനെ ആന്റണീനെ അല്ല, നമ്മുടെ ശ്രുതിനെ പറ്റിച്ചതായിരുന്നു. അങ്ങനെ നവീൻ ദാസ് ചോദിക്കുകയാണ്, അതെ അവള് കാശ് തരുമെന്ന് പറഞ്ഞതല്ലേ, ഇനി ഞാൻ പൊക്കോട്ടെ? തൽക്കാലം നീ അവിടെ നിൽക്കേ, ക്യാഷ് വരട്ടെ, എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഈ 2 ലക്ഷത്തിൽ നിർത്തില്ലല്ലോ നമ്മള്. എത്ര ക്യാഷ് അവളുടെ കയ്യിൽ മേടിക്കാനിരിക്കുന്നു? അതാണ് എന്റെ ഐഡിയ. അതെ, ഒരിക്കൽ അവസാനം ആ ഷോറൂം വരെ അവർക്ക് വിൽക്കേണ്ടി വരും നമുക്ക് പൈസ തരാനായിട്ട്. ദേ, ഈ കൂട്ടുകച്ചവടമില്ലേ, നമ്മൾ പൊടിക്കും ആന്റണി. നമ്മളിപ്പം ഫ്രണ്ട്സായി, നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നും പറഞ്ഞ് രണ്ടുപേരും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി സച്ചിയും കൂടെ നേരെ ചെല്ലുന്നത് വക്കീലിനെ കാണാനാണ് കേട്ടോ. അങ്ങനെ വക്കീലിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയാണ്. എന്റെ പേര് സച്ചി എന്നാണ്, ഇവളുടെ പേര് രേവതി എന്നാണ്. പറഞ്ഞു. അതെ, താങ്കളുടെ അളിയൻ ശരത്തിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനല്ലേ ഇങ്ങോട്ട് വന്നത്? അതെങ്ങനെ സാറിന് മനസ്സിലായി? സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ട വിനയൻ സാറ് എന്നെ വിളിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, എല്ലാ കാര്യവും വ്യക്തമായിട്ട് സംസാരിച്ചു. സച്ചിയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് ആ പയ്യൻ പൈസ മോഷ്ടിച്ചല്ലേ? അതെ സാറേ, എന്റെ അമ്മയുടെ കയ്യിൽ നിന്നാ. കോളേജിൽ പഠിക്കുന്ന പയ്യനല്ലേ, മോഷണം അവന്റെ സൈഡ് ബിസിനസ് ആണോ? അയ്യോ, ഒരിക്കലും അങ്ങനെയൊന്നും ഇല്ല സാറേ, എന്റെ അനിയൻ മോഷ്ടിക്കാറില്ല, ദേഷ്യത്തിന് അറിയാതെ ചെയ്തു പോയതാ. സാർ, ഞാൻ പറയാം സാറേ, ശരത്ത് വീട്ടിൽ വന്നപ്പം വീട്ടിലെ ക്യാഷ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഒരുപാട് അപമാനിച്ചു, കള്ളൻ എന്ന് വിളിച്ചു. ആ ദേഷ്യത്തില അവൻ അമ്മയുടെ ക്യാഷ് മോഷ്ടിച്ചത്. ആ ക്യാഷ് അവൻ തിരികെ കൊടുക്കുകയും ചെയ്തു സാറേ. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല സാറേ ആ സമയത്ത്. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, പഠിക്കുന്ന പയ്യനാ, അവന്റെ പരീക്ഷ അടുത്തു, ജയിലിൽ പോയിട്ടുണ്ട്, അവന്റെ ഭാവി എന്താകും സാറേ? എനിക്ക് ഓർക്കാൻ വയ്യ, ഞങ്ങൾക്ക് ആകെപ്പാടെ അവനേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അവനൊന്ന് രക്ഷിക്കണം സാറേ, അവൻ ജയിലിൽ പോകാൻ നോക്കണം സാറേ. എനിക്ക് മനസ്സിലാകും. അവനെ ഇപ്പോഴും പോലീസ് പിടികൂടാത്തത് നിങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ്, അത് മനസ്സിലാക്കിക്കോ. പോലീസ് അങ്ങനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അവനിപ്പോ റിമാൻഡിലായേനെ. 14 ദിവസം റിമാൻഡ് ചെയ്തിട്ട് നേരെ കോടതി ഹാജരാക്കിയിട്ട് ജയിലിൽ കൊണ്ടുപോയേനെ. അവനിപ്പം എവിടെ ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് പിന്നെ സാറേ, അവനിപ്പം അത് എന്റെ പൊന്ന് സച്ചി, നിങ്ങൾ പോലീസിനോട് പറയണ്ട, പക്ഷെ എന്നോട് പറയണം എവിടെയാണെന്ന്. പറഞ്ഞാല് എനിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് പിന്നെ സാറേ, അവനെന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലാ സാറേ ഉള്ളത്, അവിടെ ഞാൻ ഒളിപ്പിച്ചിരിക്കുക. ഓ, ഫ്രണ്ടിന്റെ വീട്ടിലോ? ഏതായാലും പോലീസ് അവരെ അന്വേഷിക്കുന്നുണ്ട്, ഒരിക്കലും പിടികൊടുക്കാൻ പാടില്ല, പക്ഷെ പിടികൊടുക്കേണ്ടി വരും. ഇത്തരം കേസുകള് കോടതിയിൽ പോകാതെ ഒത്തുതീർപ്പാക്കുന്നത് നല്ലത്. അതിന് കുറച്ച് ക്യാഷ് ചെലവാകും. തൽക്കാലം അതൊക്കെ അവിടെ നിൽക്കട്ടെ. ക്യാഷ് ചെലവാകാതെ ഒത്തുതീർപ്പാക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. സാറേ, അതെങ്ങനെയാ? അല്ല, ശരത്തിനെതിരെ കംപ്ലൈന്റ് കൊടുത്ത ആള് കംപ്ലൈന്റ് പിൻവലിച്ചാൽ ഈ കേസ് ഇല്ലാതാകും. അങ്ങനെയാണാല് പിന്നെ ആ പയ്യന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ചെന്ന് നിങ്ങളുടെ അമ്മയോട് പരാതി പിൻവലിക്കാൻ ഒന്ന് പറഞ്ഞു നോക്ക്. നിങ്ങളുടെ സ്വന്തം അമ്മയല്ലേ, നിങ്ങൾ പറഞ്ഞ കേൾക്കൂലോ? അത് പിന്നെ ഇല്ല സാറ്, അമ്മ പരാതി പിൻവലിക്കില്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഇല്ല സാറേ, ഞങ്ങൾ പറഞ്ഞ അമ്മ കേൾക്കില്ല സാറേ. അമ്മ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാൻ നോക്കിയിരിക്കുക. ഓ, അവര് പറഞ്ഞാൽ കേൾക്കുന്ന വിശ്വാസമുള്ള വേറെ ആരെ കൊണ്ടെങ്കിലും പറയിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മുടെ രേവതിയോട് സച്ചി പറഞ്ഞു, രേവതി അമ്മയോട് സംസാരിക്കാൻ അച്ഛനോട് പറഞ്ഞാലോ? അച്ഛനോട് സംസാരിച്ചാൽ അച്ഛൻ ഇടപെടുവോ? അപ്പൊ വക്കീൽ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ വക്കീൽ പറഞ്ഞു, എന്നാ പിന്നെ അദ്ദേഹത്തോട് തന്നെ ഒന്ന് പറഞ്ഞു നോക്കുക, നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കാൻ പറയാ. അങ്ങനെ ഒരു ചെറിയ പ്രതീക്ഷയോടൊക്കെ കൂടി നമ്മുടെ രേവതി സച്ചി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, കുറച്ച് ലേറ്റ് ആയി പോയി, എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പൊ അടുത്ത വിശേഷമായിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.